നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മോര് അല്ലെങ്കിൽ തൈര് കൂട്ടിയ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. ഈ മുളക് ഒരു പ്രത്യേക രീതിയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിന് മുമ്പ് മുളക് പേരിട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ അതിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എരിയില്ലാത്ത മുളക്, നീളത്തിലുള്ളതോ ഇതേപോലെ ഉണ്ടമുളകോ എന്ത് വേണമെങ്കിൽ ആവാം കേട്ടോ. കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വായയ്ക്ക് രുചിയില്ലാത്ത സമയത്ത് ചോറ് കൂടുതൽ കഴിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുഞ്ഞേ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ വേറെ എടുക്കാം, പക്ഷേ ഇതിലെല്ലാം ഉണ്ടാവും. അത് കാരണം സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇരിക്കട്ടെ. ഇനി മുളക് ഇങ്ങനെ നമ്മൾ മുളക് പേരിക്കൊക്കെ കീറണമാതിരി തന്നെ ഇങ്ങനെ കീറിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാത്തിലും നിറയ്ക്കാം കേട്ടോ. 6 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കും. കുറച്ച് നല്ലോണം വേണം കേട്ടോ ഉള്ളിലേക്ക്, എന്നാലാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഗ്യാസ് വന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ചീഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. പപ്പടം കാച്ചിയ എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3/4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിൽ കടന്നിട്ട് നന്നായിട്ട് ആവട്ടെ കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഈ കളറ് വരും. നമുക്ക് മറ്റേ സൈഡും കൂടി ആ കളർ വരണം. അതിന് വേണ്ടിയിട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. കഴിക്കട്ടെ. കണ്ടോ, അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഈ മുളക് നിന്ന് കോരിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഓരോ മുളകായിട്ട് നമുക്കതൊന്ന് കോരിയിട്ട് എടുക്കാം. പണ്ടൊക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വലിയ എരിയില്ലാത്ത മുളകാച്ചാൽ ഈ എണ്ണ ഉണ്ടല്ലോ അതിൽ കുറേ ചോറിടും കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഉരുട്ടും. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉരുള തരും. കുട്ടിക്കാലത്തെ അങ്ങനെ ചെയ്തിരുന്ന ഒരു ഓർമ്മ. ഇതിപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേശ്ശെ എണ്ണ കുറേ ദിവസമൊന്നും ഇത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഏത് എണ്ണയായാലും കുറേ ദിവസമൊന്നും വയ്ക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ എല്ലാ ദിവസവും മെഴുക്കുവരട്ടി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ കുറച്ചായിട്ട് അപ്പം മുളക് ഇടണ്ട, അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഹായ്. തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പം എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയും. അപ്പോൾ പറ്റാവുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ചോറ് കുറച്ച് മോരും ഉപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇതേപോലെ മുളകെടുത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു മുളക് 1-2 മുളക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ അതിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ നല്ല കട്ട തൈര്, അപ്പോൾ ശരിക്കും കുറച്ച് എരി ഉണ്ടെങ്കിൽ അതും കൂടി പാകാക്കി കിട്ടും. അത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ആക്കുക. കണ്ടോ, അപ്പോൾ ആ കട്ടത്തൈരിലൊന്നിങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ എരിയുള്ളത് പോവുകയും ചെയ്യും. മാത്രമല്ല കുറച്ച് കൂടുതൽ ടേസ്റ്റ്, കാരണം ഇതിൻ്റെ ഉള്ളിൽ സാമ്പാർ പൊടിയൊക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ മുളക് കണ്ടോ, സാമ്പാർ പൊടിയിലൊക്കെ ഇരുന്നിട്ട് കണ്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ അതെല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.